തൃശൂർ ചാവക്കാട് 43-കാരനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. കുടുംബ പ്രശ്നം വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ പോലീസുകാരാണ് മർദ്ദിച്ചതെന്നാണ് പനക്കൽ സ്വദേശി ബിനോയിയുടെ ആരോപണം. പോലീസുകാർ വന്നിട്ട് വീടിൻ്റെ അകത്ത് വന്ന ശേഷം എന്നെ കൈകൊക്കെ വിളിച്ച് തിരിച്ച് അത് ഉപദ്രവിച്ചു. എന്തിൻ്റെ അടിസ്ഥാനം ചോദിച്ചിട്ട് പറഞ്ഞു വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഞാൻ ഉപദ്രവിക്കാൻ പോകാന്നുള്ളൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് ഞങ്ങൾ അന്വേഷണത്തിൽ വന്നാണ്. വീടിൻ്റെ അകത്ത് കയറിയിട്ടാണ് അവർ അന്വേഷണം നടത്തിയിട്ട് ചോദിച്ചാൽ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ. പക്ഷെ അതിൻ്റെ സമയം കൊണ്ടില്ല. എൻ്റെ കൈ പിടിച്ച് ഉപദ്രവിച്ച് ചിരിച്ച് അപ്പോൾ ലിഗ്മെൻറ്റ് പോയിരിക്കുക. അപ്പോൾ ചാവക്കാട് സ്റ്റേഷനിൽ 3 പോലീസുകാരാണ് കണ്ടെത്തി. ഇത്രയാണ് 3 പോലീസുകാരാണ്. എന്നാൽ ഒരക്രമവും ഉണ്ടായിട്ടില്ലെന്ന് ചാവക്കാട് പോലീസ് പറയുന്നു. ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, ആക്രമണം ഉണ്ടായി എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പോലീസും വിശദീകരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ന്യൂ കാർഗിൽ എന്ന് പറയുന്ന ഈ സ്ഥലമാണ്. ഈ പ്രദേശത്തേക്കാണ് പോലീസ് ഇരച്ചെത്തുന്നത് എന്നാണ് ഇത്തരത്തിൽ ബിനോയ് എന്ന 43 വയസ്സുകാരൻ പറയുന്നത്. പനക്കൽ സ്വദേശിയാണ് ബിനോയ്. ഈ പ്രദേശത്തേക്ക് വൈകുന്നേരം വീട്ടിൽ തർക്കം നടന്നിരുന്നു. അങ്ങനെ ഭാര്യയാണ് ബിനോയ്ക്കെതിരെ പോലീസിൽ വിവരം വിളിച്ചു പറയുന്നത്. അങ്ങനെ ആ സമയത്ത് പോലീസ് എത്തുന്ന സമയത്ത് വീടിനുള്ളിൽ കിടക്കുകയായിരുന്നു. കാര്യമൊന്നും അന്വേഷിക്കാതെ, സംസാരിക്കാനൊന്നും തന്നെ തയ്യാറാകാതെ പെട്ടെന്ന് തന്നെ അകത്ത് മുറിക്കുള്ളിലെത്തിയ പോലീസ് കൈ പിടിച്ച് തിരിച്ചു. ലിഗ്മെന്റിന് തകരാറ് സംഭവിച്ചു എന്നാണ് ബിനോയ് പറയുന്നത്. ഇപ്പോൾ ചാവക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ 43-കാരനുള്ളത്. എന്തായാലും പോലീസ് അസഭ്യം വിളിച്ചു എന്നും പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തുകയായിരുന്നു എന്നും, കാര്യം എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, കുടുംബ പ്രശ്നമാണ്, അത് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയോ പോലും ചെയ്യാതെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കൈക്ക് ലിഗ്മെന്റിന് പൊട്ടലുണ്ട് എന്നാണ് ഈ കുടുംബം ഈ ബിനോയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ASPക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്റ്റേഷനിലെ 3 പോലീസുകാർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നത് ഒരു പരാതി കേസെടുത്ത് FIR ഇട്ടാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കൈക്ക് ലിഗ്മെന്റിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബിനോയ് എന്ന 43-കാരൻ ഇപ്പോൾ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അസിത. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.